അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി മൂപ്പര പരിപാടികളോ വേറൊരു വിഷയത്തിൽ ഇട്ടാളിയാ. അതിന് മൂപ്പരെന്താ ചെയ്തറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഒരു സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു, ഒരു അള്ളാഹുവിന്റെ റസൂലിലുള്ള സ്നേഹത്തിൽ ലയിച്ചു പോയ ആള് ആ ലയനത്തിൽ മറന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പാടിയപ്പോൾ വാസ്തവത്തിൽ ആപ് എന്ന് ഉറുദുവിൽ പറയുന്ന സ്ഥലത്ത് തു എന്ന് ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അദ്ദേഹം ആ വാക്കിന് ഹക്കീം അസ്ഹരി അർത്ഥം പറയുന്നു. എന്താ അർത്ഥം പറയുന്നത്? അദ്ദേഹം അർത്ഥം പറയുന്നത്, ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ആ കാവ്യത്തിൽ ആ ചൊല്ലിയ വ്യക്തി സ്നേഹപ്രേമത്തിൽ ലയിച്ചുകൊണ്ട് പാടിയത് എന്ന് ഹക്കീം അസ്ഹരി പറയാൻ. അത് മൂപ്പരെന്ത് ചെയ്തു? ഇങ്ങെടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട്, അതാ നിങ്ങളുടെ കാന്തപുരത്തിന്റെ ഓമനപുത്രൻ റസൂലുള്ളാഹിനെ നീ എന്ന് വിളിച്ചില്ലേ? നീ എന്ന് വിളിച്ചിനോ? നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചേരാ. സക്കരിയ തന്നെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചേരാ. കാതുണ്ടെങ്കിൽ കേട്ടോ. ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് അബ്ദുൽ ഹക്കീം അസ്ഹരി അർത്ഥം വെച്ച്. എന്നിട്ട് അയാൾ പറഞ്ഞു, നീ നൃത്തം വെച്ചാൽ നിങ്ങൾ കോപിക്കും. പക്ഷെ തു എന്ന വാക്കിന്റെ നേരർത്ഥം അത് നീ എന്നാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ സറഫല്ല നാം എടുത്തു നോക്കിയാൽ അന്താ ശംസുൻ അന്താ ബദ്റുൻ അന്താ നൂറുൻ ഫൗഖ നൂരി. അന്ത എന്ന വാക്കിന്റെ സാധാരണ നമ്മൾ പറയുന്ന അർത്ഥം എന്താണ്? ഭാഷാർത്ഥം നീനാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സമയത്ത് നീ നമ്മൾ അർത്ഥം പറഞ്ഞാൽ കോപിക്കും. നമ്മളവിടെ അവിടുന്ന് എന്നാണ് പറയാ, അല്ലെ അങ്ങുന്ന് എന്നാണ് പറയാ, അല്ലെങ്കിൽ ഓ റസൂൽ എന്നാണ് പറയാ. അതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അലൈക എന്ന് പറഞ്ഞാൽ നീ എന്നാണ് നേരെ അർത്ഥം. പക്ഷെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയുന് നീ നമ്മൾ അർത്ഥം പറയില്ല. അപ്പൊ അദ്ദേഹം അത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എന്നിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്യാണ് മൗലവിമാര്. എന്തിന്? ഈ സാധാരണ അറബി പയ്യന് മൗലവി പറഞ്ഞതിന് എന്തെങ്കിലും ഒന്ന് അതാ കണ്ണുപൊടിയിടാന്ന് പറയുന്നത് സാധാരണ. അതൊന്നും ഗീമ്പാച്ചുകൊണ്ടൊന്നും നിങ്ങളെ വിടൂലട്ടോ. എന്നെ വിടൂല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് എന്നെ വിടൂല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിടാണ്ടിരിക്കണ്ടേയില്ല. ഒന്ന് വെച്ചോടുത്താ മോനെ ആ തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകം. ആ നാത്തിന്റെ മാസ്മരികതയിൽ ലയിച്ചു ചേർന്ന് അവർ ആ മജ്ലിസുകളിൽ ബോധം കെട്ട് വീഴുന്നത് നേർക്കുനേർ കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റിദാ ഖാൻ തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന് ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട്. തു സിന്ദാ ഹെ വല്ലാ തു സിന്ദാ ഹെ വല്ലാ മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. കേട്ടോ? അർത്ഥം വെച്ചാണോ? ഓ റസൂൽ ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. കേട്ടോ? ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വാചകത്തിന് തു എന്നതിന് നീ ജീവിച്ചിരിപ്പുണ്ടെന്ന അർത്ഥം. വാചകത്തിന്റെ വാക്കർത്ഥം അങ്ങനെയാണ്. അത് കേട്ടാൽ അത് പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. വെച്ചുകൊടുത്ത ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടോ. ഇത് ഇഷ്കിൽ ലയിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിൽ ലയിച്ച് മറന്നു പാടിപ്പോയവർ തു എന്ന് ഉപയോഗിച്ചു പോയി. ആ തു എന്ന് ഉപയോഗിച്ചതിന് അദ്ദേഹത്തിന്റെ അർത്ഥം വെച്ചു ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. അതിന് നേരെ ഭാഷാർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവന്റെ അങ്ങനെ പറയാൻ പാടില്ല. ഇതാണ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാന്തപുരത്തിന്റെ മോനാണ്, അതാ കാഫറായി ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് മൗലവി പ്രസംഗിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന് എന്റെ ക്ലിപ്പ് അപ്പുറം മുറിച്ചിട്ട് അതിന്റെ ഇടക്കിടക്ക് മൂപ്പർ ഇട്ടും കൊടുക്കുന്നുണ്ട്, പിട്ടും തേങ്ങയും പോലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മൗലിമാരെ തട്ടിപ്പ്. ഇനി നിങ്ങൾ കേൾക്കണോ? മൂപ്പര് പറയാണ് എന്ത് ഒരു ചങ്ങാതിയുണ്ട്, എന്താണ് അഹമ്മദ് കുട്ടി ശിവപുരം നേർട്ട്, അത് സുന്നത്തി ജമാഅത്തിന്റെ ആരാ? അദ്ദേഹം ഒരു ലേഖനം എഴുതിയപ്പോ ആ
അതില് നിങ്ങൾ ഔദ്യോഗികത യാതൊരു ഔദ്യോഗികത ഇല്ലാത്ത ഒരു കൂട്ടർ ഇറക്കുന്ന പത്രം, അതിൽ വരുന്ന പലതിനോടും ഞങ്ങൾ യോജിക്കാറുണ്ട്. അങ്ങനത്തെ സെൻസിംഗ് അല്ലേ അല്ലെ പൂങ്കാവൻ എന്ന് പറയുന്ന മാസികയില് പൂങ്കാവനോ സെൻസിംഗും എല്ലായിൽപ്പെട്ട തന്നെയാണ്. അതൊന്നും നമ്മുടെ ഔദ്യോഗിക പത്രങ്ങളോ നമ്മുടെ സംഘടനയുടേതോ അല്ല. അതേ സമയത്ത് നമ്മളുമായി ബന്ധമുള്ള ആളുകൾ ഇറക്കുന്നതായിരിക്കും. ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത് ആ പൂങ്കാവനത്തിന് ഇപ്പറഞ്ഞ അഹമ്മദ് കുട്ടി ശിവപുരം എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആരുമല്ലാത്തൊരു മനുഷ്യൻ ലേഖനം എഴുതിയപ്പോ അയാളും എഴുതിയത് എന്താ? അള്ളാഹ് അവന് വിളിച്ചു. അരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് അവൻ വിളിച്ചു എന്നോട് നമുക്ക് അവൻ വിളിക്കാനാവോ? അള്ളാഹ് റസൂലുള്ളാഹിനെ അവൻ വിളിച്ചിട്ടുണ്ട്. അള്ളാഹ് നീ വിളിച്ചു. നിങ്ങൾ ഖുർആൻ പരിഭാഷ എത്ര സ്ഥലത്തുണ്ട് അള്ളാഹു തആല നീ റസൂൽ സല്ലല്ലാഹു നിങ്ങളെ വിളിച്ചതായിട്ട് നിങ്ങൾ എത്ര സ്ഥലത്ത് അർത്ഥം പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ് നബീനെ വിളിക്കുമ്പോൾ നമുക്ക് വിളിക്കാവോ? എന്നിട്ട് അതാ മൂപ്പർക്ക് തെളിവ്. പിന്നെ വേറൊരു തെളിവ്, പിന്നൊരു തെളിവ് എന്താണ്? തസ്ലീമ നസ്രി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അവള് എന്താ ചെയ്തത്? അപ്പോ അവിടെ ഒരു ബുക്ക് എഴുതി. എന്നിട്ട് ശരി, ഇതാ പിള്ളേ അവളെ പറ്റി സിറാജിലെ ഏതോ ഒരു സിറാജിന്റെ ലേഖന്മാർ മുസ്ലിം ഉണ്ടാവും അമുസ്ലിം ഉണ്ടാവും പലരും ഉണ്ടാവും. ഇനിയുടെ ഏതോ ഒരു ലേഖനം അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മളെന്താ വേണ്ടി എന്നല്ലേ അയാൾ പറഞ്ഞത്? അവളെ പറ്റി പറഞ്ഞു എന്നാ അതും ഞാൻ കേട്ടോക്കി. അതിലുള്ള എന്നറിയോ? അത് പ്രസിദ്ധീകരിച്ച ആളുകളെ, പബ്ലിഷർമാരെ പറ്റി പറഞ്ഞത് പ്രസിദ്ധീകരിച്ച ആളുകൾ അതിന്റെ മുമ്പിലുണ്ട്. അപ്പൊ അവരെന്ന് അയാൾ എന്ന് പറഞ്ഞത് അവരെ പറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അവളെ പറ്റിയല്ലാന്നാ. എന്നിട്ട് അതാ പിന്നെ ഒരു തെളിവ് കൊണ്ടുവന്നത്. എന്തിന്? ഇങ്ങനത്തെ പുൽക്കൊടി കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. സാധാരണ അറബി പയ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ മൗലവി ഔദ്യോഗികമായി പറഞ്ഞിട്ട് നിങ്ങൾ CD ഇറക്കിയതാണ്. അതിന് സമുദായത്തോട് മറുപടി അറിയണം. പയ്യൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സാധാരണ അറബി പയ്യൻ ഞങ്ങൾ പറഞ്ഞത്. അതിനാ ഞാൻ ഹദീസുകളും ആയത്തുകളും ഉദ്ധരിച്ചതിനെതിരായിട്ടാണ്. അതിനാ മറുപടി അറിയേണ്ടത്.